ബാഹ്യവും ആന്തരികവും സാങ്കേതികവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളൊരു 40 വർഷം മുമ്പ് ആരംഭിച്ച മാധ്യമപ്രവർത്തനം ആരംഭിച്ച കാലത്ത് നിന്ന് മാറുമ്പോൾ ഒരു വശത്ത് മാധ്യമങ്ങളുടേതായ ഒരു വലിയ സാന്നിധ്യം, ഒരു വലിയ എന്താ പറയുക, ഒരു ബാഹുല്യം കാണാം. ഒരു എക്സ്പോണൻഷ്യലായിട്ടുള്ള വളർച്ചയാണ് മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. എണ്ണത്തിൽ, മാധ്യമ സ്രോതസ്സുകളുടെ എണ്ണത്തിൽ, മാധ്യമങ്ങളുടെ സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന സാന്നിധ്യത്തിൻ്റെ കാര്യത്തിൽ മുമ്പൊക്കെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ മാധ്യമങ്ങൾ പല രീതിയിൽ നമ്മളെ നന്നായും കെട്ടതായും ഒക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന്, മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നോ നിയന്ത്രണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വാധീനത്തിൽ നിന്നോ മാറി നിൽക്കാൻ ആർക്കും കഴിയാത്ത രീതിയിൽ ലോകം മുഴുവൻ മാറിയിരിക്കുന്നു ഒരു വശം. മറുവശത്ത് പക്ഷേ മാധ്യമങ്ങൾക്കുള്ളിൽ നടന്നിരിക്കുന്ന ഈ വലിയ ഈ പലതരത്തിലുള്ള ഡിസ്റപ്ഷൻസിൻ്റെ ഭാഗമായിട്ട് തൊഴിൽപരമായ പ്രശ്നങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഒക്കെ മറുവശത്ത് നമ്മൾ നേരിടുന്നത്. തൊഴിൽപരമായിട്ട് പറയുകയാണെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മളിന്ന് വലിയ കുത്തി ഘോഷിക്കുന്ന വൻകിട മാധ്യമങ്ങൾ പോലും വാസ്തവത്തിൽ വലിയ നഷ്ടങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഏറ്റവും വലിയ മാധ്യമ ഭീമന്മാർ പോലും ഇന്ന് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മാത്രമായിട്ട് നടന്ന മറ്റ് വ്യവസായങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ അല്ല, പക്ഷെ ആ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ അതിൻ്റെ സർക്കുലേഷൻ ഒരു 5 വർഷം മുമ്പുണ്ടായ സർക്കുലേഷനിലെ ഏതാണ്ട് അതേ അവസ്ഥയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയ വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നതാണ്. നമ്മൾ 5 വർഷം മുമ്പ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം പ്രഖ്യാപിച്ച സർക്കുലേഷൻ്റെ താഴെയാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ പ്രചാരം. അപ്പോൾ അത് കാണിക്കുന്നത് മാധ്യമങ്ങൾ ഈ ഒരു തരത്തിലുള്ള അതിൻ്റെ പ്രചാരത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ വായനക്കാരുടെ കാര്യത്തിൽ, പ്രേക്ഷകരുടെ കാര്യത്തിലൊക്കെ വലിയ ഇടിവ് നേരിടുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഈ പുതിയ മാധ്യമങ്ങളിൽ നിന്ന് പുതിയ മാധ്യമ രീതികൾ വന്നതോടുകൂടി പരസ്യ വരുമാനത്തിലും വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് മാത്രമല്ല, മാനേജ്മെൻറ്റ് ഒരു വശത്ത് മറ്റ് മാർഗങ്ങൾ അവർക്കൊക്കെ വരുമാനം ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത് നേരിട്ട് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ തന്നെ കാര്യത്തിലാണ്. പത്രപ്രവർത്തകർ ജോലി നഷ്ടപ്പെടുകയും പത്രസ്ഥാപനങ്ങൾ അടച്ചുപൂട്ട് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ലോകമാകെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിൽ ഒരു പക്ഷേ ഒരല്പം ഇന്ത്യയിൽ പറഞ്ഞ പോലെ അച്ചടി മാധ്യമങ്ങളുടെ നില മറ്റ് ദേശങ്ങളെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിരിക്കും. അത്രയും തകർന്നിട്ടില്ല എന്ന് മാത്രം പറയാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അതാണ് ഈ മാധ്യമങ്ങളെ നേരിടാൻ പോകുന്ന വിധി എന്നുള്ള ചുവരെഴുത്ത് വളരെ കൃത്യമാണ്. അത് അച്ചടി മാധ്യമങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ടെലിവിഷൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം. ടെലിവിഷൻ മാധ്യമങ്ങളുടെയും ടെലിവിഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് കാര്യത്തിൽ, പുതിയ ശമ്പള വർധനയുടെ കാര്യത്തിൽ, ഇതിലൊക്കെ വലിയ പ്രശ്നങ്ങൾ. ഏത് 1-2 മാധ്യമങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈ തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും കാലത്തിലാണ്. അതിനൊരു കൃത്യമായ കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അത് വളരെ ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. സാങ്കേതികമായി ആ ബഹുജന മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളുടെ രീതി മാറി. ഇന്ന് ചെറിയ മാധ്യമവും ടെലിവിഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്താണ്. ജനങ്ങൾ സമൂഹം കൂടുതലും സമൂഹ മാധ്യമങ്ങളാണ്, സാമൂഹ്യ മാധ്യമങ്ങളാണ് പ്രധാനപ്പെട്ട പ്രാഥമിക സ്രോതസ്സായിട്ട് വാർത്ത അറിയാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അറിയാം, മുമ്പ് 10 നാൾ മുമ്പ് വരെ പത്രങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ ഈ തലമുറ ഒരുപക്ഷെ അവസാനത്തെ തലമുറയായിരിക്കും തോന്നുന്നു പത്രം വായിക്കുകയും വരുത്തുകയും ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ മക്കളായി പത്രം വായിക്കുന്നില്ല. ഞങ്ങളൊക്കെ തലമുറകളായിട്ട് ഇതുകൊണ്ടാണ് ഉപജീവനം നടന്നതെങ്കിലും നമ്മുടെ പിന്നീടുള്ള തലമുറയ്ക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതൊക്കെ നമ്മളിത് അവസാനിച്ചു കൊണ്ടിരിക്കുന്ന, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞു പോകുന്ന ഒരു മാർക്കറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും അതിനെ ലക്ഷ്യമാക്കി അതിനെ അഭിസംബോധന ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഫിനോമിനൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മോറിബോണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മരണാസന്ന ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുഖ്യധാര മാധ്യമങ്ങൾ നിലവിലുള്ളത്. മാറ്റം വരാം, ഡിസ്റപ്ഷൻ ആവാം, ഒരു പോസിറ്റീവ് ഡിസ്റപ്ഷനിലേക്ക് നയിക്കാം. പക്ഷെ ഓരോ ഡിസ്റപ്ഷൻ കഴിയുമ്പോഴേക്കും ആ ഡിസ്റപ്ഷനോടൊപ്പം ഒരു തലമുറയെ ഒരുപാട് അറിയപ്പെടാത്ത മനുഷ്യരും സ്ഥാപനങ്ങളും ഒക്കെ തകർന്നു പോകുന്നു. പലപ്പോഴും ചരിത്രത്തിൻ്റെ വലിയ കണക്കെടുപ്പുകൾ കാണാറുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ ഉള്ള വിധിയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ നിലനിൽക്കും? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നേരിടാൻ പോകുന്ന പ്രശ്നം സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും
നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയും, ധീരമായ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതൊന്നും ചെയ്തില്ലെന്നല്ല. ഒരു രവീഷ് കുമാർ ഒരാളുടെ പേരുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ 99% ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ്. അപ്പോൾ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടത്തണമെങ്കിൽ, ധീരമായ മാധ്യമപ്രവർത്തനം നടത്തണമെങ്കിൽ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാധ്യമപ്രവർത്തകരുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെയും സിവിൽ സൊസൈറ്റിക്കും കൂടെ ആവശ്യമാണ്. കാരണം സ്വതന്ത്രമായ ജനാധിപത്യത്തിൻ്റെ, സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയവിനിമയത്തിനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ നിലനിർത്താനേ കഴിയൂ, മാധ്യമപ്രവർത്തകർ നിലനിർത്താനേ കഴിയൂ. റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകരുടെ ജീവിതം കഴിഞ്ഞ് ഒരു പക്ഷേ അവർക്ക് ബാക്കി അവശേഷിക്കുന്ന ജീവിതവും പ്രതിസന്ധിബദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇപ്പോഴേ തെറ്റായ വഴികളിലൂടെ തെറ്റായ വഴികളിലൂടെ നടക്കുന്നില്ലെന്നല്ല, തെറ്റായ വഴികളിലൂടെ നടക്കാനുള്ളൊരു കാരണം കൂടി ഏതാണ്ട് ഈ ക്രൈസിസിൻ്റെ വഴി വയ്ക്കുവാണ്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക, എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നടത്തി പോവുക എന്ന് പറയുമ്പോൾ ആർക്കും ഈ പറഞ്ഞ പോലെ ധീരമായ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധത്തിൽ സാങ്കേതികവും സാമ്പത്തികമായിട്ടില്ല, ഇതൊന്നും നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല. ടെക്നോളജി വളരുന്ന വളർച്ച എങ്ങനെയാണ്, സാമൂഹ്യ മാധ്യമങ്ങൾ വളരുന്ന വളർച്ചയാണ്, അവിടെ എവിടെയാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുക, എങ്ങനെയാണ് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുക, ഇതൊരു വലിയ വെള്ളച്ചാട്ടം പോലെ വരുമ്പോൾ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് എന്താണ് ഇതിനാണ് ഞങ്ങൾ വാസ്തവത്തിൽ ഈ സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ടും നമ്മൾ തമ്മിലും ഈ പ്രശ്നത്തിനെ എങ്ങനെ അഭിസംബോധന ചെയ്യും, ഈ പ്രശ്നത്തിനെ എങ്ങനെ ചർച്ച ചെയ്യും, എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് അറിയാൻ കൂടിയാണ് ഈ യോഗം. അതൊരു വശത്ത്. മറുവശത്ത് പത്രങ്ങൾക്കെതിരായിട്ടുള്ള, മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഭരണകൂടങ്ങളുടെ വലിയ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. കാരണം ആവശ്യമില്ല. മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട ഭരണാധികാരികളെല്ലാം മുഖ്യധാര മാധ്യമങ്ങളെ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർക്കാർക്കും മാധ്യമങ്ങളുടെ ആവശ്യമേ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. ഇത് ലോകത്തെ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിലെ കാര്യം എടുത്താലും, ഇന്ത്യയിലെ കാര്യം എടുത്താലും, കേരളത്തിലെ കാര്യം എടുത്താലും അങ്ങനെയാണ്. മുഖ്യധാര മാധ്യമങ്ങളുടെ ആവശ്യം തന്നെ അവർക്കില്ല. അവർ ജനങ്ങളുമായിട്ട് അഭിസംബോധന ചെയ്യുന്നതിന് അവരുടെ ഒരു സിംഗിൾ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമുള്ള മാർഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. പത്രസമ്മേളനങ്ങൾ വേണ്ട, ചോദ്യോത്തരങ്ങളില്ല, അന്വേഷണത്തിൽ എന്തെങ്കിലും സംശയം ചോദിക്കുകയോ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഭരണാധികാരികൾ മുഴുവൻ, ലോകം മുഴുവൻ ഈ പുതിയ ഒരു കാലത്ത്, ഈ പോപ്പുലർ ഡെസ്പോട്ടിസത്തിൻ്റെ കാലത്ത് കൂടുതൽ ഭരണാധികാരികൾ തന്നെയാണ്. അതല്ലാത്ത ജനാധിപത്യ ഭരണാധികാരികളും ഏതാണ്ട് ആ വഴിക്ക് പോവുകയാണ്. അത് ഒരുപക്ഷെ സമൂഹം തന്നെ മാധ്യമങ്ങളെ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ചിലപ്പോൾ അവരങ്ങനെ ആയതായിരിക്കാം. അതുകൊണ്ട് അവരിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളെയൊക്കെ കാണാത്തത് കൊണ്ടോ പത്രസമ്മേളനം നടത്താത്തത് കൊണ്ടോ അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തിനാണ് അവർ നടക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ചോദ്യങ്ങൾ നേരിടുന്നത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകുന്ന അവസ്ഥയാണ്. അഥവാ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 3 ചോദ്യം, 3.5 ചോദ്യം ആകുമ്പോഴേക്കും തന്നെ സമയം കഴിഞ്ഞൊന്നും ഇറങ്ങിപ്പോവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആശയവിനിമയം ഭരണാധികാരികളും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരൊക്കെ തമ്മിൽ അവസാനിച്ചിട്ട് ഏതാണ്ട് കുറച്ചു കാലമായി അത് കൂടുതൽ രൂക്ഷമാവുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നം പറഞ്ഞു തുടങ്ങിയാൽ അവസാനിക്കാത്ത പോലെയുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപക്ഷെ കൃത്യമായ ഒരു അതിജീവനത്തിന് ആവശ്യമുള്ള മാസം തോറും 10,000 അതിൽ താഴെയുള്ള പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് പറയാനാണ് മാത്രമാണ്. പക്ഷെ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ വലിയ പ്രശ്നങ്ങളുടേതായ ഈ യോഗം. ഇവിടെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം, എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാം. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാറില്ല. മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്ത രീതിയിൽ ആണോ കാര്യങ്ങൾ എത്തിപ്പോകുന്നത്? അങ്ങനെ പോകുന്നത് എത്രമാത്രം അഭിലഷണീയമാണ്. ജനാധിപത്യത്തിന്റെ ചരിത്രമെടുത്താൽ എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഇല്ലാതായി അവിടെയൊക്കെ ജനാധിപത്യം അസ്തമിച്ചിട്ടേ ഉള്ളൂ. എത്രയൊക്കെ കുഴപ്പങ്ങളും പോരായ്മകളും തെറ്റുകളും ഒക്കെ മുഖ്യധാര മാധ്യമങ്ങൾക്കുണ്ടെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നും ഒരു അവസാനത്തെ വിചാരണ എന്ന് പറയുന്ന ഭരണകൂടങ്ങൾ നേരെ ചോദ്യം ചോദിക്കാനുള്ള സാധാരണക്കാർക്കുള്ള ഏക പോംവഴി. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞാലും ഇന്നും ഒരു പക്ഷേ അവിടെയാണ് ഈ പുതിയ പ്രശ്നങ്ങളിലേക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അവരുടെ സ്വയം തന്നെ അവരുടെ നിഷ്പക്ഷതയിൽ നിന്നും സത്യപരിശോധനയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടോ, മതത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റോ പക്ഷമായി മാറി വരുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.
അവസാനത്തെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമൂഹത്തിന്റെ രീതികൾ മാറിയിരിക്കുമ്പോൾ, മുമ്പൊക്കെ ആണെങ്കിൽ മാധ്യമങ്ങൾ ഒരു പക്ഷപാതിയായ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ പക്ഷപാതിയായ ഒരു മാധ്യമമാണെങ്കിൽ അതിന് സമൂഹത്തിന് അംഗീകാരമോ മതിപ്പോ അസമ്മതിയോ ഇല്ലായിരുന്ന ഒരു കാലമാണ്. ഏറ്റവും വലിയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടി വലിയ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. പക്ഷെ ആ പാർട്ടികളുടെ പത്രങ്ങൾക്കോ അതിന്റെ ചാനലുകൾക്കോ ഒന്നും വലിയ മാർക്കറ്റിൽ അതിന് വലിയൊരു സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സമൂഹം കൂടുതലും ഈ സത്യാനന്തര സമൂഹത്തിൻ്റെതായ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ തന്നെ കൂടുതൽ പക്ഷപാതിയാവുന്ന, അത് ജനങ്ങളുടെ പുറത്ത് കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടില്ല, പക്ഷേ കൂടുതൽ പക്ഷപാതിയാകുന്ന മാധ്യമങ്ങൾക്കും കൂടുതൽ പക്ഷപാതിയാകുന്ന മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ഒരു പുതിയ അംഗീകാരവും സമ്മതിയും ലഭിക്കുന്ന വിചിത്രമായ ഒരു കാലം കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു സ്വമേധയാ ഉള്ള ഒരു അംഗീകാരം ജനങ്ങൾ കൊടുത്തിരുന്നില്ല. ഇന്ന് പക്ഷേ നിങ്ങൾ റേറ്റിങ്ങിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ മത്സരത്തിന്റെ കാര്യത്തിലും ഒക്കെ നോക്കുമ്പോൾ അങ്ങേയറ്റം പക്ഷപാതിയായ, അങ്ങേയറ്റത്തെ, അതിപ്പോൾ ഈ കേരളത്തിലോ മാത്രമല്ല ഇന്ത്യയിലോ മാത്രമല്ല, ഒരുപക്ഷെ അമേരിക്കയിൽ പറഞ്ഞ പോലെ ഈ ഫോക്സ് ന്യൂസ് നമ്പർ വണ്ണായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് കൃത്യമായ കടും പക്ഷപാതിയായ ഒരു ചാനൽ. ഇവിടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കാണെങ്കിൽ അർണബ് ഗോസ്വാമിയാണ് ഇവിടുത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും പക്ഷപാതിയായ ചർച്ചകളും പക്ഷപാതിയായ മാധ്യമങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത് ശബരിമലയിലൊക്കെ കാലത്ത് നമ്മൾ കണ്ടതാണ്. സ്വതന്ത്രമായോ നിഷ്പക്ഷമായോ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ റേറ്റിംഗ് താഴോട്ട് പോകുന്ന ഒരു വിചിത്രമായിട്ടുള്ള ദുരന്തമായിട്ടുള്ള അനുഭവം നേരിട്ട ഒരു ആളുകൂടെ ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ പോംവഴി? എങ്ങനെയാണ് നിങ്ങൾ സത്യസന്ധനാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന്റെ അംഗീകാരമില്ല, റേറ്റിംഗ് ഇല്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു രവീഷ് കുമാറിന്റെ ഒരു ഉദാഹരണമാണ്. ആ ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ഒരു കാരണവശാലും അതിനെ വിലയിരുത്താനോ അതിനെ ആ രീതിയിൽ അതിനെ കാണാനോ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ആന്തരികമായിട്ടുള്ളതും ബാഹ്യമായിട്ടുള്ളതും സ്വയം പലപ്പോഴും മാധ്യമങ്ങൾക്ക് തന്നെ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നിഷ്പക്ഷരാകുന്നത്? ഞങ്ങൾ എന്തിനാണ് സ്വതന്ത്ര ചിന്തകരാകുന്നത്? സത്യം മാത്രം നോക്കും. ഞങ്ങളെല്ലാം പക്ഷപാതികളാവാം, ഞങ്ങളെല്ലാം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ കൂടെ നിന്നാലേ നിവൃത്തിയുള്ളൂ എന്നുള്ള ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിനൊക്കെ റെഡിമെയ്ഡ് ഉത്തരങ്ങളല്ല. ഈ സിവിൽ സൊസൈറ്റിയുടെ മുമ്പിൽ ഈ മാധ്യമങ്ങൾ ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഒന്ന് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അല്പം അവതരിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ നേരിടുന്ന മാധ്യമപരമായിട്ടുള്ള പ്രശ്നം. ജീവനത്തിൻ്റെയും പെൻഷൻ്റെയും ഉണ്ടാക്കിയ ഒരു മറുവശത്തെ ബാക്കി ഇതൊന്നും ഇല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ മറുവശത്ത്. ഇവിടെ മാധ്യമങ്ങൾ വേണോ? സ്വതന്ത്ര മാധ്യമങ്ങൾ വേണോ? ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ ആവശ്യമാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുമ്പിലാണ് ഇന്ന് സമൂഹം വന്നു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനർത്ഥം മാധ്യമപ്രവർത്തകരായ ഞങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നോ മാധ്യമങ്ങളെല്ലാം ചെയ്യുന്നത് ശരിയാണെന്നോ ഒരുപാട് തെറ്റുകളും ഒരുപാട് കുഴപ്പങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്താലും ഇങ്ങനെയുള്ള ഒരു ചരിത്രമാണ് ജനാധിപത്യത്തിലെ മാധ്യമങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ ചരിത്രം ഇപ്പോഴും പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യം ചോദിക്കാനും പിന്നെ ഭരണാധികാരികളോട് സത്യം വിളിച്ചു പറയാനും ഒക്കെയുള്ള ഒരു കെൽപ്പ് ഒരു ചെറിയ പരിധി വരെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചെറിയ തുരുത്താണ് കേരളം. ഇവിടെ ഭരണകൂടങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിലക്കെടുക്കാൻ കഴിയാത്ത മാധ്യമരംഗമാണ് ഇപ്പോഴും നമ്മൾ അഭിമാനപൂർവ്വം പറയാം. ഭരണകൂടങ്ങൾക്ക് മാത്രമല്ല മതാധിപത്യത്തിന് പോലും ഇതൊന്നും അല്ല. കേരളത്തിന് പുറത്തു പോയാൽ വടക്കേ ഇന്ത്യയിൽ ഹിന്ദി ചാനലുകളൊക്കെ കാണാൻ ഇപ്പോൾ ശ്രമിക്കുന്നവർക്ക് അറിയാം എന്താണ് അവസ്ഥ എന്നത്. അല്ലെങ്കിൽ മറ്റ് കേരളത്തിന് പുറത്തുള്ള ഇപ്പോൾ കന്നഡയോ ഏതെങ്കിലും തെക്കേ ഇന്ത്യയിലുള്ള ചില ഭാഷകൾ അതൊക്കെ നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളം മറ്റ് പല കാര്യങ്ങളിൽ നിന്ന് പോലെ ഇപ്പോഴും അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്കെങ്കിലും സ്കോപ്പ്. ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ടാകുന്ന ഒരു ഫലമായി കേരളം നിൽക്കുന്നു. എന്താണ് ചെയ്യാനുള്ളത്, എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ളത് എന്നുള്ളത് പത്രപ്രവർത്തകർ മാത്രമല്ല ജനാധിപത്യ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ താങ്ക് യു.